നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. നമ്മളുടെ ഇടയിലെ വലിയൊരു കീറാമുട്ടിയാണ് ഈ കുടവയർ ഒന്ന് കുറച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ധാരാളം എക്സർസൈസുകളൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ചിരിച്ചാൽ വയറ് കുറയുമോ എന്നുള്ളതാണ്. ചിരിച്ചാൽ വയറ് മാത്രമല്ല, നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏതാണ്ട് 5ഓളം മറ്റ് പ്രശ്നങ്ങളും മാറാനുള്ള വഴികൾ ഈ ചിരിയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് മുഴുവൻ അതാണ്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യും. ചിരിയിലൂടെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മളുടെ ചെറുപ്പം നിലനിൽക്കും എന്നുള്ളതാണ്. കാര്യം ചിരിക്കുമ്പോൾ കവിളിലൂടെ രക്തത്തിന്റെ ഓട്ടം കൂടുകയും അത് ചർമ്മത്തിനെ കൂടുതൽ പ്രകാശിപ്പിച്ച് ജ്വലിപ്പിച്ച് നിർത്തുകയും ചെയ്യും. അതിലൂടെ ഈ വാർദ്ധക്യം ബാധിക്കാത്ത ചർമ്മം ഉണ്ടാകുകയും നമ്മൾ കൂടുതൽ യുവത്വത്തിലായി നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്, എങ്ങനെയെങ്കിലും ആ ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന്. അതിനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതേപോലെ ചിരി തരുന്ന മറ്റൊരു കാര്യമാണ്, ശരീരത്തിൽ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ കോർട്ടിസോള് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ചിരിക്കുമ്പോൾ കോർട്ടിസോളിന്റെ അളവിനെ കുറയ്ക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും അതുവഴി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് ചിരിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതേപോലെ ചിരി കൊണ്ടുണ്ടാകുന്ന മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മികച്ച ഒരു കാർഡിയോ തെറാപ്പിയാണ് ഈ ചിരി എന്നുള്ളത്. രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ കൂട്ടുകയും ഹൃദയത്തിലേക്കുള്ള പമ്പിങ്ങിന്റെ റേറ്റ് കൂട്ടുന്നതിന് ഈ ചിരിയിലൂടെ സാധിക്കും. അങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ ഒരു പരിധി വരെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് നല്ല ചിരിക്കാർക്ക് കഴിയും. അപ്പോൾ ചിരി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിരിയിലൂടെ നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു വലിയ വിഷയമാണ് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ അതിനുള്ള വലിയ പരിഹാരമാണ് ചിരി. ചിരിയുടെ അത്ഭുതകരമായ നാലാമത്തെ ഗുണം അത് നമ്മുടെ ABS ടോൺ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ നന്നായി ചിരിക്കുമ്പോൾ വയറിലെ പേശികൾ സങ്കോചിക്കുകയും അയയുകയും ചെയ്യുന്നു. അത് വയറിന് എക്സർസൈസായി മാറുകയും അതിലൂടെ നമ്മളുടെ ഈ ഫാറ്റ് അലിഞ്ഞു പോവുകയും ക്രമേണ നമ്മുടെ വയറ് ചൊട്ടുന്നതിന് അത് കാര്യമാകുകയും ചെയ്യും. അപ്പോൾ വയററിഞ്ഞ് ചിരിക്കുക, വയറുളുക്കി ചിരിക്കുക, നന്നായി ചിരിക്കുക. ചിരിക്കുമ്പോൾ എല്ലാം വെച്ച് മനസ്സറിഞ്ഞ് നന്നായി ചിരിച്ചാൽ ആ ചിരി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മൾ ഈ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന വയറ് കുറയ്ക്കുക എന്നുള്ള പ്രോസസ്സ് വളരെ ലളിതമായിട്ട് യാതൊരു ആയാസവുമില്ലാതെ നമുക്കത് പരിഹരിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡാണ് ചിരിക്കുക, വയറ് കുറയ്ക്കുക എന്നുള്ളത്. ചിരിയിലൂടെ കിട്ടുന്ന 5ാമത്തെ ഗുണം അതെല്ലാം നമ്മളെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, ആയുസ് കൂടും എന്നുള്ളതാണ്. കാരണം നമ്മളുടെ തലച്ചോറിലെ ഡോപ്പാമിൻ എന്ന് പറയുന്ന കെമിക്കലിന്റെ അളവ് കൂടുകയും അത് ശ്രദ്ധയും ഏകാഗ്രതയും കൂട്ടുന്ന ഒരു വസ്തുവാണ്. അത് ചിരിയിലൂടെ സാധിക്കും. അതേപോലെ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ, അത് നമുക്ക് സന്തോഷവും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ്. ഇതൊക്കെ ചിരിയിലൂടെ നമുക്ക് സാധിക്കും. അതേപോലെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ വഴിയായിട്ടുള്ള നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കുന്നതിന് ചിരിയിലൂടെ കഴിയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അവശതകളും ജീർണതകളും ഒക്കെ മാറ്റി സെല്ലുകളെല്ലാം കൂടുതൽ ഉത്സാഹത്തോടെ കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് ചിരിയിലൂടെ സാധിക്കും. അങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആയുസ് നീട്ടിയെടുക്കുന്നതിന് ഈ ചിരിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങളിലൂടെ പറയുന്നത്. ചിരി കൊണ്ട് സാധിക്കുന്ന 6ാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വേദന കുറയ്ക്കുന്നതിന് ചിരി സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിലൂടെ രക്തപ്രവാഹം ഉണ്ടാകുന്നു. അതേപോലെ പേശികളെല്ലാം അയവ് വരുന്നതിലൂടെ ഈ രക്തോട്ടം വർദ്ധിക്കുകയും അത് നമ്മളുടെ ശരീരത്തിന്റെ വേദനയുള്ള ഭാഗങ്ങളെ കൂടുതൽ ലഘൂകരിക്കുകയും ആ വേദന കുറയ്ക്കുന്നതിനും ചിരി സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിരിയെ സംബന്ധിച്ച് അത്ര നിസ്സാരമായി എടുക്കേണ്ടതല്ല. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചിരിക്കുമ്പോൾ ഏതാണ്ട് 40 കലോറി കത്തിപ്പോവുകയും
ഒരു 4 കിലോ ഭാരം വരെ കുറപ്പിക്കുവാനും ചിരിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചാൻസ് കിട്ടുമ്പോഴൊക്കെ ചിരിക്കുക. കാരണം ചിലരെയൊക്കെ നമ്മൾ പല മീറ്റിങ്ങുകളിലും കാണാറുണ്ട്. എല്ലാവരും ചിരിക്കുമ്പോൾ ചിലർ മാത്രം മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കും. ഞാൻ ചിരിച്ചാൽ എന്തെങ്കിലും പോരായ്മ വന്നാലോ എന്നുള്ള ഒരു ഗൗരവഭാവത്തിൽ ഈ ഇഞ്ചിയൊക്കെ കടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. വളരെ ഇങ്ങനെ വീർപ്പും മുട്ടയും മസിൽ പിടിച്ച് എയർ പിടിച്ചൊക്കെ ഇങ്ങനെ വളരെ ഗൗരവഭാവത്തിലിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ചാൻസിലെല്ലാം ചിരിക്കുക. കാര്യം നമ്മുടെ ആവശ്യം കൂടിയാണ്. അതുപോലെ ചിലർക്ക് ചിരി വരില്ല. കാര്യം ജീവിതത്തിലെ ചില സമ്മർദ്ദങ്ങളും ചില പ്രശ്നങ്ങളും അവരെ അലട്ടിക്കൊണ്ടിരിക്കും. കാര്യം അവരൊക്കെ എപ്പോഴും പാസ്റ്റിൽ ജീവിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ കാണാൻ ശ്രമിക്കുന്നവരാണ്. പാസ്റ്റിലെ ഇൻസിഡന്റുകൾ മാത്രം അയവിറക്കിക്കൊണ്ടിരുന്നിട്ട് ഫ്യൂച്ചറും അങ്ങനെ തന്നെ എന്ന് ദുഃഖപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതിന് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്. അത് നമ്മളെ പ്രസന്റ് ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ്. അത്തരത്തിലുള്ള തെറാപ്പിയിലൂടെയൊക്കെ നമുക്ക് ചിരിയെ കൊണ്ടുവരണം. കാര്യം ചിരി ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. മനുഷ്യനുള്ള ഒരു പ്രത്യേകതയാണ് ചിരിക്കുക എന്നുള്ളത്. മനസ്സ് തുറന്ന് ചിരിക്കുക. കൃത്രിമമായി ചിരിക്കുന്ന രീതികളും ഇന്ന് ഉണ്ട്. ലാഫിംഗ് യോഗയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മുടെ മസിൽസുകളെല്ലാം ഒന്ന് ഇളകുന്നതിന്, നമ്മളുടെ ശരീരം മൊത്തത്തിലൊന്ന് ലൈവ് ആകുന്നതിന് അത്തരത്തിലുള്ള ലാഫിംഗ് യോഗകൾ കൊണ്ട് കഴിയുന്നു. അപ്പോൾ ഈ ചിരിക്കാതെ മസിൽ പിടിച്ചിരുന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ ദോഷമുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം ആ കാര്യത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ചിരിയെ പറ്റിയിട്ടുള്ള ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചിരിക്കാൻ ശ്രമിക്കുക, ചിരിച്ചുകൊണ്ടേ ജീവിക്കുക. കടുംപിടുത്തത്തിലൊന്നും കാര്യമില്ല. ചിരിച്ച് മുന്നോട്ട് പോകാം. ആയുസ് നീളട്ടെ, സൗന്ദര്യം നീളട്ടെ, ചെറുപ്പം നീളട്ടെ, വയറ് കുറഞ്ഞു സുന്ദരക്കുട്ടരായിട്ടിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.